ഈ കോറി മുതലാളിമാരിൽ നിന്ന് 738 കോടി 738 കോടി അപ്പൊ നിങ്ങൾ ഭരിച്ചപ്പോ കോൺഗ്രസ് മുതലാളിമാരുടെ കയ്യിൽ നിന്ന് പേടിയായിരുന്നോ? അല്ല ആ പിരിവല്ല അല്ല ഈ സമൂഹത്തിൽ ഉണ്ടാക്കിയ ഒരാശങ്കയുടെ ചോദ്യമാണ് നേരത്തെ വന്നത്. അത് ഇദ്ദേഹം യു.ഡി.എഫ് പ്രവർത്തകനായതുകൊണ്ട് മയപ്പെടുത്തി ചോദിച്ചതാ. കേരളത്തിൽ അപ്പാടെ മദ്യത്തിൽ കേരളത്തെ മുക്കിക്കൊന്നു, അതിന്റെ വരുമാനമാണ്. അതുപോലെ ലോട്ടറിയിൽ മുക്കി, എന്നിട്ട് അതിൽ നിന്നുള്ള വരുമാനമാണ്. അതിൽ നിന്നൊക്കെ ഒരു മോചനം ഉണ്ടാകും. അതിന് ഇവരെന്ത് ചെയ്യാണ്? പരോക്ഷമായി അതിനൊക്കെ പിന്തുണ കൊടുത്തു. കിട്ടട്ടെ, വോട്ട് കിട്ടട്ടെ, മദ്യത്തിനെതിരെയുള്ളവർ വോട്ട് ചെയ്യട്ടെ, ഈ പറയുന്ന ലോട്ടറിക്കെതിരെയുള്ളവർ വോട്ട് ചെയ്യട്ടെ. എന്നിട്ട് ഇപ്പൊ പറയാണ് അതിനെ മറ്റൊരു തരത്തിലേക്ക് കൊണ്ടുപോവുക. നേരത്തെ PSC ഉദ്യോഗാർത്ഥികളെ ഫലപ്രദമായി ഇവര് കള്ളം പറഞ്ഞ് വഞ്ചിച്ചതാ. അതിനു മുമ്പുള്ള ചരിത്രവും അതിനു മുമ്പുള്ള നിയമനമോ ഇവർക്ക് അറിയില്ല, ആ കുട്ടികൾക്കും അറിയില്ല. ഇവരോട് പറഞ്ഞു ഞങ്ങൾ വന്നാൽ എല്ലാം ശരിയാവും ഇല്ലേ? പറഞ്ഞില്ലേ ഇവര് എല്ലാം ഞങ്ങളങ്ങ് ശരിയാക്കി തരാം. എന്താ പറ്റുമോ? ആശാ വർക്കർമാർക്ക് 21,000 രൂപ കൊടുക്കാം. കേന്ദ്രം പറഞ്ഞില്ല. സത്യത്തിൽ 1,500 രൂപയിൽ നിന്നാണ് ഞങ്ങൾ ഇത്രയും വലിയ വർധന ഉണ്ടാക്കുന്നത്. 1,500 രൂപയിൽ നിന്നാണ് ഈ പറയുന്ന 9,000-ലേക്ക് എത്തിക്കുന്നത്. ഇവര് ഇപ്പൊ പറഞ്ഞു കേന്ദ്രത്തിന്റെ സഹായം വേണമെന്ന്. ഇതുവരെ ഞങ്ങൾ വന്ന എല്ലാം ശരിയാവുന്ന പറഞ്ഞ ഇവരാണ്. ഇവർ വന്നിട്ട് എല്ലാം ചെമ്പാക്കിയിട്ടാണ് ഇറങ്ങിപ്പോയത്. എല്ലാം ശരിയാക്കിയില്ല. ഞങ്ങളെ സംബന്ധിച്ച് ഞാൻ വളരെ കൃത്യമായി പറഞ്ഞു. ചെമ്പിന്റെ കാര്യം പറഞ്ഞു, സ്വർണം ചെമ്പാക്കിയാരെന്നൊക്കെ ഇപ്പൊ തെളിഞ്ഞിട്ടുണ്ടല്ലോ കൃത്യമായിട്ട്. അല്ലല്ല, അതിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ജയിലിൽ കിടന്ന 4 പേർ, 2 പേർ CPM-ന്റെ ജില്ലാ സെക്രട്ടറി, ഒരാൾ നിലവിൽ CPM-ന്റെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി മെമ്പറാ. നിങ്ങൾ ആൾക്കാരാ കണ്ടുപിടിക്കാൻ പറയും. ജോബ് ക്രിയേഷൻസുമായി ബന്ധപ്പെട്ട കാര്യം നേരത്തെ പറഞ്ഞു. നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് കുട്ടികളും അതുപോലെ ആളുകളും പുറത്തു പോകുന്നു എന്ന് പറയുന്നു. അപ്പൊ നമ്മള് ഇനി വരുന്ന സർക്കാർ, നമ്മുടെ നാട്ടിൽ തന്നെ ഒരുപാട് സംരംഭകരായ ആളുകളുണ്ട്, ഒരുപാട് സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് എന്താണ് ഇനി വരുന്ന സർക്കാർ സബ്സിഡി മറ്റുള്ള കാര്യങ്ങളും അതുപോലുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമ്മളൊരു വ്യവസായ വകുപ്പ് ഏറ്റെടുക്കാൻ പോകുന്നവരാണ് അവരോട്. ഞാൻ പറഞ്ഞല്ലോ, ഇത്തരം പുതിയ സംരംഭകരോട് വളരെ പോസിറ്റീവ് സ്മാർട്ട്, പിന്നെന്താണ് നമ്മുടെ ഈ പുതിയ സ്മാർട്ട് സംരംഭങ്ങളൊന്നും ഇവരുടെ കാലത്ത് ആരംഭിച്ചത്. അതൊക്കെ ഉമ്മൻചാണ്ടിയുടെ കാലം തൊട്ട് അതിന് മിഷൻ തന്നെ നടത്തിയിട്ടുണ്ട്. നമ്മൾ ഗ്ലോബൽ ഇൻവെസ്റ്റ്മെന്റ് മീറ്റുകൾ പോലുള്ള പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇവിടുത്തെ ചെറുകിട നിക്ഷേപകർക്കും വിദേശ നിക്ഷേപകർക്കും ഒക്കെ പോസിറ്റീവായ ഒരു അപ്രോച്ച് UDF ഗവൺമെന്റിൽ നിന്ന് ഉറപ്പായും പ്രതീക്ഷിക്കാൻ കഴിയും. പിന്നെ ഇവിടെ ഈ ജനന നിരക്ക്, ഒരൊറ്റ കാര്യം കൂടി, ഈ ജനന നിരക്ക് നമ്മുടെ ഈ വയോജനങ്ങൾ മാത്രമാവുന്നു, ചെറുപ്പക്കാർ വലിയ പ്രശ്നം. ഇപ്പൊ ഈ ആന്ധ്രാപ്രദേശ് ഇതിൽ നിയന്ത്രണം കൊണ്ടുവന്നൊരു സംസ്ഥാനമാണ്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെങ്കിൽ 1 കുട്ടിയോ 2 കുട്ടിയോ മറ്റോ പാടുള്ളവരെ, ഒരു NDA റൂളിംഗ് സ്റ്റേറ്റ് ആണ്. ഇപ്പൊ ചന്ദ്രബാബു നായിഡു അത് മാറ്റി കൂടുതൽ കുട്ടികൾക്കുള്ളവർക്ക് പ്രത്യേക സബ്സിഡി പല സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നുണ്ട്. ഇവിടെ നമുക്കത് ചെയ്യാവുന്നേ ഉള്ളൂ, ജനന നിരക്ക് വർദ്ധിപ്പിക്കാവുന്നേ ഉള്ളൂ. അപ്പൊ ജനിക്കുന്ന വേണമെങ്കിൽ വർദ്ധിപ്പിക്കാം. അപ്പൊ ചെയ്യേണ്ട ഒരൊറ്റ സൗകര്യമുള്ളൂ, ജനിക്കുന്ന കുട്ടികളുടെ മതം തിരിച്ചുള്ള കണക്കെടുത്തിട്ട് ഇവിടെ ഒരു കൂട്ടിൽ പെറ്റ് വരികയാണ്, അവരുടെ രാഷ്ട്രമാവാൻ പോവാണെന്നൊന്നും പറഞ്ഞിറങ്ങരുത്. എല്ലാവർക്കും ഒരുപോലെ ജനനിരക്ക് കൂട്ടാനുള്ള അവകാശം അനുവദിച്ചു കൊടുക്കണം കൂടി. ഒരു കാര്യം മാത്രം, ഈ സ്വയം സംരംഭവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഷിബു പറഞ്ഞത്, LDF-ന്റെ കാലഘട്ടത്തിൽ ഞങ്ങൾ കൃത്യമായി ഒരു കണക്ക് പറയാം. 3.5 ലക്ഷം സ്വയം സംരംഭം കേരളത്തിലുണ്ടായി കഴിഞ്ഞ നാളുകളിൽ. 3.5 ലക്ഷം, അതിലൂടെ ലക്ഷക്കണക്കിന് പേർക്ക് തൊഴിൽ കൊടുക്കാൻ കഴിഞ്ഞു. അതിനേക്കാൾ മുകളിലേക്ക് നടപ്പിലാക്കി ഞങ്ങൾ അംഗീകരിക്കാം. അതിനേക്കാൾ മുകളിലേക്ക് നടപ്പിലാക്കി അംഗീകരിക്കാം. തീർച്ചയായും നടപ്പാക്കാൻ കഴിയും. കാലത്താണ് 100 സ്റ്റാർട്ടപ്പ് ഉണ്ടായിരുന്ന കേരളം 7000 സ്റ്റാർട്ടപ്പായി വർദ്ധിച്ചു കേരളത്തിൽ. അങ്ങനെ വലിയ മാറ്റം വ്യവസായ രംഗത്തുണ്ടായി. പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഇവരുടെ കാലത്ത് അടച്ചുപൂട്ടാൻ തീരുമാനിച്ചതാ. ഓരോന്നോരോന്ന് വിൽപ്പന നടത്തുക, അല്ലെങ്കിൽ അതിന് സമാന്തരമായി ഇവരുടേതായ താല്പര്യങ്ങളിൽ മറ്റു വ്യവസായ സ്ഥാപനങ്ങൾ തുടങ്ങുക. ആ സമയത്ത് പൊതുമേഖലാ സ്ഥാപനങ്ങൾ നഷ്ടത്തിലാകുന്നു, അത് അടച്ചുപൂട്ടുന്നു. ആ പൊതുമേഖലാ സ്ഥാപനങ്ങളും വലിയ രീതിയിൽ മുന്നേറ്റം ഉണ്ടാക്കിയ ഒരു കാലമാണ് ഇക്കഴിഞ്ഞ കാലം. വാസ്തവത്തില് നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ടത്, ഈ 2 മുന്നണികൾ 10-70 വർഷം ഈ കേരളം ഭരിച്ചിട്ട് വ്യാവസായികമായി, കാർഷികമായി, വിദ്യാഭ്യാസപരമായി ഒരു തകർച്ചയെ നേരിടുകയാണ്. കാർഷികമായിട്ട് 1957 17 ലക്ഷം ഹെക്ടർ നെല്ല് ഉൽപ്പാദിപ്പിച്ചിരുന്ന കേരളത്തില് ഇന്ന് 3.5 ലക്ഷം ടൺ നെല്ലാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. നമുക്കൊരു വർഷം വേണ്ടത് 40 ലക്ഷം ടണ്ണാണ്. ഇനി പച്ചക്കറിയുടെ 18% ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നത്, ബാക്കിയെല്ലാം തമിഴ്നാട്ടിലെ വിഷമാണ്. കാർഷിക മേഖലയിൽ, വ്യാവസായിക മേഖലയിൽ, സാമ്പത്തിക മേഖലയിൽ ഈ കേരളത്തെ സംരക്ഷിക്കാൻ ഈ 2 കൂട്ടർക്കും ഈ കണ്ടകാലം ഭരിച്ചിട്ട് കഴിഞ്ഞിട്ടില്ല. ഇനി അടുത്തു വരുന്ന ഗവൺമെന്റ് എന്താണ് പദ്ധതികൾ?
കൃത്യമായ പദ്ധതികൾ. ഏതിലെ പദ്ധതികൾ കോലേഷൻ? കേന്ദ്രം അങ്ങനെയാണല്ലോ. ഒരു മിനിറ്റ്. കേന്ദ്രം 10ാം റാങ്കിലായിരുന്ന ഭാരതത്തെ 10 വർഷം കൊണ്ട് ലോകത്തിലെ 4ാമത്തെ സാമ്പത്തിക ശക്തിയാക്കി കഴിഞ്ഞു. ഈ സ്വയം പര്യാപ്തതയാണ് കാർഷിക മേഖലയില്. ഇതൊക്കെ വെറുതെ എന്തെങ്കിലും ചപ്പടാച്ചി പറയുന്നതല്ല. ഇപ്പൊ ഇവിടെ ഇരുന്ന് പറയുന്ന കാസർഗോഡ് തൊട്ട് കന്യാകുമാരി വരെ ഇങ്ങനെ പോകുന്ന ആ വലിയ ഹൈവേ ഉണ്ടല്ലോ, പിണറായി വിജയൻ കൊണ്ടുവന്നതല്ല, കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്നതാണ്. അപ്പോ ഞാൻ ചോദിക്കുന്ന കേരളത്തിന്റെ വിഷയം, അത് പ്രജിത്തിന് വിഷയമുണ്ട്. കേരളത്തിന്റെ വിഷയത്തില് ഗൗരവമായി സാമ്പത്തികമായി കാർഷികമായി വ്യാവസായികമായി ചെയ്യാൻ പോകുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.